crazy if you think that I'ma slow down. Don't wanna hear it talking shit from the drama. നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്ന് എത്തിയിരിക്കുന്നത് മലേഷ്യയിലെ ബട്ടു കേവ്സിലാണ്. അതായത് ഒരു മുരുകൻ്റെ അമ്പലമാണ് അത് ഇന്ത്യക്ക് പുറമെ ഏറ്റവും വലിയ മുരുകൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രവും തൈപ്പൂയം നടക്കുന്ന ഏറ്റവും വലിയ ഒരു അമ്പലവുമാണ് ഈ സ്ഥലം. ഇത് കോലാലംപൂരിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 140 അടി ഉയരമുള്ള ഒരു മുരുകൻ്റെ പ്രതിമ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു തമ്പുസ്വാമി എന്ന ഒരു വ്യാപാരിയാണ് ഈ സംഭവം നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കേട്ട അറിവ് വർഷങ്ങൾക്ക് മുന്നേ. ഇതിൽ ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ആ ഗുഹയിലേക്ക് എത്താൻ. ആ ഗുഹയിലാണ് പ്രതിഷ്ഠയുള്ളത്. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പലകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് കോൺക്രീറ്റ് ആക്കി 272 സ്റ്റെപ്പുകളുണ്ട് മുകളിൽ കയറാൻ. കൂടെയുള്ളവർ ഞങ്ങളാരും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളത് അവിടെ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കയറിപ്പോയതാണ്. അപ്പോൾ മുകളിൽ കയറിപ്പോയിട്ട് അവിടെയും ഇതേമാതിരി തന്നെ ഒരു ചെറിയ കവാടമുണ്ട്. താഴത്തുനിന്ന് കയറുന്ന പോലെ തന്നെ ഒരു കവാടം മുകളിലും ഉണ്ട് കേട്ടോ. 272 സ്റ്റെപ്പ് കയറി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഞങ്ങളവിടെ കയറി എത്തി. അവിടെ കുറച്ച് നേരം ഇരുന്നു. ഒരു വലിയൊരു ഗുഹ തന്നെയാണ് അത്, നല്ല ഉയരമുള്ള ഗുഹ. ഇതിലെ ചുറ്റുമുള്ള പാറകൾ ചുണ്ണാമ്പ് പാറകളായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. പണ്ടുള്ളവർ നമുക്ക് അറിയുന്ന ചരിത്രമാണ്. ഇവിടെ കുറേ കുരങ്ങന്മാരും വവ്വാലുകളൊക്കെയുള്ള ഗുഹയൊക്കെ തന്നെയാണ് ഇത്. നമ്മൾ വിചാരിക്കും ഇവിടെ ചെന്ന് അടിയിൽ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇവിടെ നിന്ന് അവസാനിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ഇനിയും ഒരു 300 മീറ്ററോളം നടന്നാലാണ് ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠരെ അവിടേക്ക് എത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ്. ഈ ഗുഹയുടെ താഴത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങാണ്. ഉള്ളിലേക്ക് വീണ്ടും സ്റ്റെപ്പ് കാണാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നേർച്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ തലയിലൊക്കെ അവരുടെ നേർച്ചകളുമായിട്ട് പോകുന്നത് ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വിദേശികളും ഇന്ത്യക്കാരും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഈ അമ്പലം നിങ്ങൾക്ക് കാണാം. ആ അമ്പലത്തിൻ്റെ ഒരു ചെറിയ കവാടമാണ് ഈ കാണുന്നത്. ഇതിന് ചുറ്റും വലിയൊരു ഗുഹ തന്നെയാണ് കേട്ടോ. ഇതിന് ചെറിയ ഹോളുകൾ പോലും ഇല്ലാത്തൊരു ഗുഹ തന്നെയാണ്. നല്ല ഹൈറ്റിലാണ് ഗുഹ. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ. അവിടെയൊക്കെ ഒരു ചെറിയ പ്രതിഷ്ഠകളുണ്ട്. മഴക്കാലത്ത് ഇവിടുത്തെ അവസ്ഥ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മണ്ഡപമുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു മണ്ഡപം കാണാൻ കഴിയും. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കൂടി കയറി കഴിഞ്ഞാലാണ് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് നമുക്ക് കാണാനും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തവർ പോണത്. എങ്ങനെയാണെന്നറിയില്ല. ഇതാണ് ഈ കാണുന്നതാണ് മണ്ഡപം. കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇതിൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ മുകളിലേക്ക് എടുത്തിട്ടുള്ള നോക്കിയതാണ് ഹോളുകളൊക്കെ ഉള്ളതെന്ന്. ഇതിനകത്തുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എങ്ങനെ ഇതൊക്കെ എത്തിച്ച് സാധിച്ചു എന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല. പക്ഷേ ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാവും കേട്ടോ കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല ക്ലീനാണ്. ഇതിപ്പോൾ നമ്മൾ മുകളിലേക്ക് അമ്പലത്തിലേക്ക് കയറാണ്. അതിൻ്റെ മുകൾ വശമാണ് കാണുന്നത്. ഏറ്റവും എൻഡിലത്തെ ആ സ്റ്റെപ്പ് കയറിയിട്ടുള്ള അമ്പലത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിൻ്റെ മുകൾ വശം ഓപ്പണാണ്, ഫുൾ ഓപ്പണാണ്. ഇവിടെയാണ് വവ്വാലുകളൊക്കെ ഉള്ളത്. ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ കാണുന്നതാണ് അമ്പലം. ഇതിൻ്റെ മുകൾ വശമാണ് ഈ കാണുന്നത്. ഫുൾ ഓപ്പണാണ്. മഴക്കാലത്ത് എങ്ങനെയാണ് ഇത് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തൈപ്പൂയം ഇതിൻ്റെ ഉത്സവം എന്തോ നടക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത്. അറിയാൻ സാധിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പുറത്ത് ഏറ്റവും വലിയ തൈപ്പൂയം മഹോത്സവം നടക്കുന്നത് ഇവിടെയാണെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. അങ്ങനെ അപ്പോൾ അടുത്ത മലേഷ്യ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിൽ താങ്ക് യു, നന്ദിയുണ്ട്. ഓക്കെ.